ഇതൊരു ലേറ്റ് വ്ലോഗാണ്. ഫ്ലാഷ് ബാക്ക് ടു 2021. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് വയനാട്ടിലാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് വന്നതാണ് വയനാട്ടിലേക്ക്. സോ എല്ലാ കൊല്ലവും ഞങ്ങൾ ഫെബ്രുവരി 14th ആകുമ്പോൾ ഒരു ട്രിപ്പിന് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഹോട്ടൽ ഇന്ദ്രിയത്തിലാണ് ഇന്ന് സ്റ്റേ. നാളെ നമ്മൾ വേറൊരു റിസോർട്ടിലേക്ക് പോകും. ഇതാണ് എൻ്റെ കസിൻസ് ആൻഡ് ഫാമിലി. എത്തിയ ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദംഷരാജ് വെച്ച് തന്നെ തുടങ്ങി. അതന്നെയല്ലേ ഇവിടുത്തെ ലാസ്റ്റ് കൊടുത്താൽ അതിനെത്ര വിഷമം ആ ഒരു സംഭവം കാണിച്ചാൽ മതിയല്ലോ. 2000 years later. ഭയങ്കര ഫിലിമാ. മോഹൻലാൽ ഹിറ്റായ ഫിലിമാ. പാട്ട് പാടി കൊടുക്കുന്ന അഭിനയിച്ചെടുത്താൽ പഴയ പാട്ടാ അല്ല. ഓക്കെ ഫസ്റ്റ് വേർഡ് സെക്കൻഡ് ഇനിയും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇനി എനിക്കൊരു അങ്ങനെ ദംഷരാജ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയി. സോ ഇതാണ് വയനാട്ടിലുള്ള മോറിക്യാപ്പ് റിസോർട്ട്. കേരളത്തിൽ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന റിസോർട്ടും കൂടിയാണിത്. 2021 തന്നെ കോവിഡിൻ്റെ സമയമായിരുന്നു. അത്ര ഭയാനകമായൊരവസ്ഥയൊന്നും അല്ലെങ്കിലും എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് ഹാൻഡൊക്കെ സാനിറ്റൈസ് ചെയ്ത് എന്നിട്ടൊക്കെയാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കയറുമ്പം തന്നെ അവർ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ലഗേജൊക്കെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. നമ്മൾ കയറുമ്പം തന്നെ നമ്മളുടെ കണ്ണ് ആദ്യം ഉടക്കുന്നത് ഈ ഒരു വാളിലേക്കായിരിക്കും. നമ്മുടെ ട്രഡീഷണൽ ആ ഒരു ഉത്സവത്തിൻ്റെ ആനയൊക്കെ നിൽക്കുന്നതും മലയും പുഴയും കിളികളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു വാളായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടുന്ന് നേരെ അകത്തേക്ക് പോയാലാണ് റിസപ്ഷൻ്റെ ലോബി. ഈ കാണുന്ന ചോട്ടാസൊക്കെ ഇപ്പം എന്നെക്കാളും ഹൈറ്റ് വെച്ച് വലിയ ആൾക്കാരായി. അടുത്തൊരു ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ഇതിലേറ്റവും ചെറുത് ഞാനായിരിക്കും. സോ ഞങ്ങൾ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണ് അവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നത്. അത് മിസ്സാവണ്ടെന്ന് കരുതി വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ മതിയാക്കി ഞാൻ വേഗം ആ പരിസരത്തേക്ക് പോന്നു. നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ആണ് അവിടെ. നമുക്ക് സിറ്റിയുടെ ഒരു ഹസൽ ആൻഡ് ബസൽ ഒന്നുമില്ല. ഭയങ്കര കാമായിരുന്നു. അങ്ങനെ എല്ലാവരും റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നുള്ള ഡിസ്കഷൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഞങ്ങളുടെ 2 day ട്രിപ്പിൽ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഒരേപോലത്തെ ടീഷർട്ട്സ് ഇട്ടിട്ടാണ് ട്രിപ്പിന് പോവാറ്. കാണുന്നവർക്ക് അതൊരു കൗതുകമാണ്. ആൻഡ് ഇറ്റ്സ് എ ഫൺ പാർട്ട് ഇൻ ആർ ട്രിപ്പ്. അങ്ങനെ തലേ ദിവസം മ്യൂസിക്കൽ നൈറ്റ് ആൻഡ് ക്യാമ്പ് ഫയറിന് ശേഷം അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും വീണ്ടും റെഡി. ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ടീ എസ്റ്റേറ്റിലേക്കാണ്. നമ്മുടെ ഗൈഡ് വന്ന് നമ്മളെ കൊണ്ടുപോകും. രാവിലെ ആയതുകൊണ്ടും പിന്നെ വയനാടായതുകൊണ്ടും ഭയങ്കര പ്ലസൻറ്റ് ഒരു വെതറായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 കാറിലായിട്ട് നമ്മുടെ ടീ എസ്റ്റേറ്റിലേക്ക് പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങളെല്ലാവരും ടീ എസ്റ്റേറ്റിലെത്തി. ഇതാ നമ്മുടെ ഗൈഡ് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും മാസ്ക് മാൻഡേറ്ററി ആണ് കേട്ടോ. ആ കാലമൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. നല്ല മഞ്ഞും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല കിടിലൻ വെതറായിരുന്നു കേട്ടോ.
പിന്നെ ആ സമയത്ത് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ഇത്ര പോപ്പുലർ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ കിട്ടിയിട്ട് ഞങ്ങളത് മിസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും ഈ കയറി പോകുന്നത് ഫോട്ടോസ് എടുക്കാനാണ്. കയറിപ്പോയ അതേ സ്പീഡിൽ തന്നെ എല്ലാവരും തിരിച്ചിറങ്ങി ഇങ്ങ് പോന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഗൈഡിൻ്റെ പുറകെ വെച്ച് പിടിച്ചു. ആൾ നമ്മൾക്ക് ടീ എസ്റ്റേറ്റിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എവറി 20 days കൂടുമ്പോൾ ഈ ഇലകളൊക്കെ ഹാർവെസ്റ്റ് ചെയ്യും എന്നാണ് ഗൈഡ് പറഞ്ഞത്. സോ ഇതാണ് ഹാരിസൺ ടീ എസ്റ്റേറ്റ്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇപ്പോൾ സൺറൈസ് കാണാൻ പറ്റും. നമ്മുടെ ദിലീപേട്ടനൊരു മൂവിയിൽ പറയുന്ന പോലെ ഇതൊക്കെ എന്ത് ബ്യൂട്ടി ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയും പോലെയാണ് താഴെ കാണുന്ന ആ വാലി. എസ്റ്റേറ്റ് ഒക്കെ കണ്ട് നടക്കുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു സ്പോട്ട് ഇവിടെ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദേ ഇപ്പം തന്നെ അവിടെ ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്ന കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമുക്ക് ആ വാലിയുടെ നടുക്ക് പോയി നിൽക്കാം. അവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് കിട്ടും. ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഞങ്ങളുടെ ഫോണിൻ്റെ ഗാലറി ഒക്കെ ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനത്തെ ലൊക്കേഷൻസ് കൂടിയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനു മുൻപ് ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാവാം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ വയനാട്ടിലെ ഈ ഒരു ലൊക്കേഷനിലേക്ക്? എല്ലാ ട്രിപ്പിലും സംഭവിക്കുന്ന പോലെ തന്നെ ഒരു നല്ല ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഫാമിലിയും അതേ സ്പോട്ടിൽ നിന്ന് മാറി മാറി ഫോട്ടോസ് എടുക്കും. അങ്ങനെ ഞങ്ങൾ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. അങ്ങനെ ഹാരിസൺസ് ടീ എസ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് മോറിക്യാപ്പിലെത്തി. മോറിക്യാപ്പിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കോഫി എസ്റ്റേറ്റ് ഉണ്ട്. പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. അവിടേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ദർശു കെയർഫുൾ. അങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഞങ്ങളെല്ലാവരും ഗൈഡിൻ്റെ പുറകെ വെച്ചങ്ങ് പിടിച്ചു. ഒരു ടീ എസ്റ്റേറ്റ് കണ്ടു വന്നതിന് തൊട്ട് പിന്നാലെ ദേ കോഫി എസ്റ്റേറ്റും കാണാൻ പോകുന്നു. நிறைய വെറൈറ്റീസ് ഓഫ് കോഫി ഉണ്ട്. ഇവിടെ ഉള്ള റോബസ്റ്റ ആണ്. സോ യൂഷ്വലി ഇവിടെ കിട്ടുന്നതും കൂടുതലും കുറച്ച് അറബിക്ക മിക്സർ ഉണ്ടാവും. സോ ഫസ്റ്റ് പ്രോസസ് വന്ന് ഇങ്ങനെ റെഡ് ചെറി പോലെ ആവും. സോ ദറ്റ് മീൻസ് ഇറ്റ്സ് റെഡി ടു ഹാർവെസ്റ്റ്. സോ ഈ പ്രോസസ്സ് എത്തുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് പ്രോസസ് പീലിംഗ് ഔട്ട്. സോ റിമൂവിങ് ദ ഔട്ടർ സ്കിൻ ആൻഡ് ടേക്ക് ഔട്ട് ദ ബീൻസ്. സോ ഇതാണ് കോഫി ബീൻസ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിയാൽ ഒരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടാവും. സോ സോ അഗെയിൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സോളറിൽ ഡ്രൈ ചെയ്താൽ ഇറ്റ് ബിക്കംസ് എ പാഡി കൈൻഡ് ഓഫ് ബീൻ. വെളിയിൽ ഹസ്ക് ഉണ്ടാവും, ഉള്ളിൽ ഗ്രീൻ ബീൻസ്. ആൻഡ് ദ നെക്സ്റ്റ് പ്രോസസ് ടേക്ക് ഔട്ട് റിമൂവ് ദ ഹസ്ക് ആൻഡ് ടേക്ക് ഔട്ട് ദ ഗ്രീൻ ബീൻസ്. അതാണ് ഇപ്പോൾ ഗ്രീൻ കോഫി ഒക്കെ ഫേമസ് ആയിട്ടുണ്ട് ബിഫോർ റോസ്റ്റിംഗ്. ആൻഡ് ദോസ് ഗ്രീൻ ബീൻസ് ഗോ ഫോർ ദ റോസ്റ്റിംഗ് പ്രോസസ്. ആ റോസ്റ്റിംഗ് പ്രോസസ് പോകുമ്പോഴാണ് ഉള്ളിലത്തെ ഓയിൽസ് വന്ന് ലീക്ക് ഔട്ട് ആയിട്ട് ഇറ്റ് ബിക്കംസ് ബ്രൗൺ ഇൻ കളർ. ആൻഡ് ആ സമയത്ത് മാത്രമേ കോഫിയുടെ ആരോമ കിട്ടത്തുള്ളൂ. സോ അത് മുന്നേ നമ്മൾ സ്മെൽ ചെയ്ത് ജസ്റ്റ് ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. സോ കോഫി ഹാർവെസ്റ്റ് ചെയ്തിട്ട് കപ്പിലേക്ക് വരെ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഒരു 4 months ഉണ്ടാവും ആ പ്രോസസ്. അപ്പോൾ കോഫി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പം ഞങ്ങളെല്ലാവരും മണപ്പിച്ച് നോക്കുന്നത് ഒരു ബേ ലീഫാണ്. പണ്ട് എൻ്റെ വീട്ടിലും ഒരു കുഞ്ഞു പ്ലാന്റ് ഉണ്ടായിരുന്നു ബേ ലീഫിൻ്റെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ എസ്റ്റേറ്റിലൂടെ കുറേ നടന്നു. കാണിക്കാം. സ്മെല്ലിന് വേണ്ടി ലീഫ് തന്നെ. ഇതാണ് ഈ പാളി കാണിക്കുന്നതാണ് ക്ലോവ്സ് അഥവാ നമ്മുടെ ഗ്രാമ്പൂ. അത് ഉണങ്ങിയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പച്ചയായിട്ടുള്ള ക്ലോവ്സ് ആണ് ആൾ കാണിച്ചത്. പിന്നെ അതിൻ്റെ ലീഫാണ് നമുക്ക് സ്മെൽ ചെയ്യാൻ തന്നത്. തിരിച്ച് പ്രോപ്പർട്ടിയിലെത്തി ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.